മലപ്പുറം തുവ്വൂരിൽ പഞ്ചായത്ത് ഓഫീസ് പെട്രോൾ ഒഴിച്ചു കത്തിക്കാൻ ശ്രമിച്ച യുവാവ് കരുവാരക്കുണ്ട് തരിശ് സ്വദേശി വെമ്മുള്ളി മജീദാണ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. മജീദിന്റെ മാമ്പുഴയിലെ വാണിജ്യ കെട്ടിടത്തിന് അനുമതി ലഭിച്ചില്ല എന്ന കാരണം പറഞ്ഞായിരുന്നു അതിക്രമം. അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മജീദിന് നോട്ടീസ് നൽകിയെന്നും മറുപടി നൽകിയില്ല എന്നുമാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. പെട്രോൾ ഒഴിച്ചുകൊണ്ട് കാര്യങ്ങൾ ജീവൻ പോലെ നമുക്ക് പരിഹാരങ്ങളല്ലേ വേണ്ടത്. നമുക്ക് ശരിയാക്കാം. ഇല്ല, നിങ്ങൾ ഞാൻ പറഞ്ഞില്ല, അതിന് പരിഹാരം പ്രശ്നമില്ലാത്ത പരിഹാരം ഉണ്ടോ? വീടെവിടെ പറഞ്ഞു? ജംഷീർ കുടഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, ഇയാളിപ്പോൾ പിന്തിരിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഇങ്ങനെയൊരു അതിക്രമത്തിലേക്ക് നയിച്ചത്? ദിവ്യ, ഇദ്ദേഹം ഇപ്പോൾ പിന്തിരിഞ്ഞിട്ടുണ്ട്. വെച്ചാൽ കുറെ കാലമായി ഇദ്ദേഹത്തിന്റെ ഒരു വാണിജ്യ കെട്ടിടത്തിന് പഞ്ചായത്ത് ായിരുന്നു ഇദ്ദേഹം പറഞ്ഞിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പല തവണ പഞ്ചായത്തിൽ കയറിറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ പഞ്ചായത്ത് അധികൃതർ തനിക്ക് യാതൊരു വിധത്തിലുള്ള അനുകൂല സമീപനവും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇയാൾ പറയുന്നത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹം ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് വരികയും ഇവിടെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനുള്ള ഒരു ശ്രമവും അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്ക് നേരെ കത്തി വീശുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. ഈ മജീദ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹത്തിന്റെ മാമ്പുഴ എന്ന പ്രദേശത്തുള്ള ഒരു വാണിജ്യ കെട്ടിടത്തിന് അനുമതി ലഭിച്ചില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പ്രവാസിയായിരുന്നു താൻ. പ്രവാസിയായിരിക്കെ സമ്പാദിച്ച പണം മുഴുവൻ ഉരുക്കൂട്ടിയാണ് താൻ ഈ കെട്ടിടത്തിൽ നിർമ്മിച്ചത്, അല്ലെങ്കിൽ കെട്ടിടത്തിന് വേണ്ടി ഇടവഴിച്ചത്. പക്ഷേ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നു. കാഴ്ച പരിമിതിയുള്ള തന്റെ മകന്റെ ചികിത്സയ്ക്ക് പോലും ഇപ്പോൾ തന്റെ പക്കൽ പണമില്ലാത്ത ഒരു സാഹചര്യമാണ്. 2024 ഫെബ്രുവരിയിലാണ് താൻ ഈ കെട്ടിടത്തിന്റെ ക്രമവൽക്കരണത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ ആ അപേക്ഷയിൽ ഇപ്പോഴും ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല. തന്നെ കളിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് പഞ്ചായത്ത് അധികൃതർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതിന് വേണ്ട എല്ലാ പേപ്പറുകളും താൻ ശരിയാക്കി, പക്ഷേ തനിക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇദ്ദേഹം ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് വന്നതും പിന്നീട് പഞ്ചായത്ത് ഓഫീസിൽ ഇത്തരത്തിൽ കത്തിക്കാനുള്ള ഒരു ശ്രമവും അതോടൊപ്പം തന്നെ ഈ ജീവനക്കാർക്ക് നേരെ കത്തിവീശുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹം അവർ പെരുമാറിയത് എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. പിന്നീട് നാട്ടുകാരും അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന ആളുകളും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് ഇദ്ദേഹത്തെ കീഴ്പ്പെടുത്തി കെട്ടിയിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതേസമയം പഞ്ചായത്ത് അധികൃതർ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ കെട്ടിടത്തിന് അനുമതി നൽകാത്തത് എന്നാണ് പഞ്ചായത്ത് വിശദീകരണം നൽകുന്നത്. കേൾക്കാമോ? അതിവേ ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കാവോ? എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ കെട്ടിടത്തിന് അനുമതി നൽകാത്തത്? അതിൽ പഞ്ചായത്ത് എന്ത് വിശദീകരണമാണ് നൽകുന്നത്? ദിവ്യ, അതായത് ഇദ്ദേഹത്തിന്റെ ഈ കെട്ടിടത്തിന്റെ അപേക്ഷ നൽകിയതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള, അപേക്ഷയിൽ അപാകതകൾ ഉണ്ട് എന്നുള്ളതാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. ഈ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മജീദിന് കത്ത് നൽകിയിരുന്നു, ലെറ്റർ നൽകിയിരുന്നു, നോട്ടീസ് നൽകിയിരുന്നു എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. എന്നാൽ ഈ നോട്ടീസിന് മജീദ് മറുപടി നൽകിയില്ല. ഈ അപേക്ഷയിൽ ചില പ്രശ്നങ്ങളുണ്ട്, ചില അപാകതകളുണ്ട്. ആ അപാകതകൾ പരിഹരിച്ച് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നു എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. എന്നാൽ ഈ നോട്ടീസിന് മറുപടി നൽകുകയോ അല്ലെങ്കിൽ ഈ പരാതിയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരാൻ മജീദ് സന്നദ്ധനാവുകയോ ചെയ്തില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ കെട്ടിട നിർമ്മാണത്തിലും ചില പിഴവുകൾ ഉണ്ട് എന്ന് പഞ്ചായത്ത് അധികൃതർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാത്തത് എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. എന്നാൽ മജീദ് പറയുന്നത് താൻ എല്ലാ പേപ്പറുകളും ശരിയാക്കിയിട്ടുണ്ട്, പക്ഷേ പല കാരണങ്ങൾ പറഞ്ഞ് തന്നെ
മടക്കി അയക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അത് ഈ കെട്ടിടത്തിന് ആവശ്യമായ നടപടികൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നൊരു കാര്യമാണ് മജീദ് പറയുന്നത്. അതേ തുടർന്നാണ് ഇത്തരത്തിൽ താൻ പ്രകോപിതനായത് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു. ഇന്ന് രാവിലെയോടെയായിരുന്നു സംഭവം ഉണ്ടാകുന്നത്. തനിക്ക് നീതി ലഭിക്കണം, തന്റെ പണം മുഴുവൻ താൻ ഇതിലേക്ക് നിക്ഷേപിച്ചിരിക്കുകയാണ്. ഒരു നയാ പൈസ പോലും ഇപ്പോൾ തന്റെ കയ്യിലില്ല. തന്റെ മകന്റെ ചികിത്സക്ക് പോലും തനിക്ക് കയ്യിൽ പൈസ ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. ഈ പണമെല്ലാം തന്നെ താൻ ഈ കെട്ടിടത്തിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കെട്ടിടത്തിന് വേണ്ടി ചിലവഴിച്ചിരിക്കുകയാണ്. ഇനി ഈ കെട്ടിടം തുറന്ന് പ്രവർത്തിച്ച് അതിൽ നിന്ന് വരുമാനം കിട്ടിയാൽ മാത്രമേ തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ പഞ്ചായത്ത് അധികൃതർ പറയുന്നത് ഇതിൽ ചില അപാകതകളുണ്ട്, കെട്ടിട നിർമ്മാണത്തിലും ചില അപാകതകളുണ്ട്, ഈ അപേക്ഷ നൽകിയതിലും ചില അപാകതകളുണ്ട്, അത് പരിഹരിക്കണമെന്ന് മജീദിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട കത്തും നൽകിയിരുന്നു. എന്നാൽ അതിലൊരു മറുപടി നൽകുകയോ അല്ലെങ്കിൽ അത് പരിഹരിച്ചില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതർ നൽകിയിരിക്കുന്നത്.